ഒറ്റ രാത്രി കൊണ്ട് സംസ്ഥാനത്തെ അന്തരീക്ഷം മുഴുവൻ മാറി മറിയുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇതുവരെ നമുക്കറിയാം മഴയില്ല, ജലാശയങ്ങളിൽ അല്ലെങ്കിൽ അണക്കെട്ടുകളിൽ വെള്ളം കുറയുന്നു, വൈദ്യുതി പ്രതിസന്ധി, അങ്ങനെ വലിയ ആശങ്കയുടെ വാർത്തകൾ മഴയില്ലാത്തത് മൂലം നമ്മൾ കേട്ടിരുന്നെങ്കിൽ ഇപ്പോൾ മണിക്കൂറുകൾ കൊണ്ട് അല്ലെങ്കിൽ 1-2 മണിക്കൂറിൽ കൊണ്ട് മഴ പെയ്ത് പലയിടങ്ങളും വെള്ളം കയറി ആളുകൾ ദുരിതത്തിലേക്ക് വഴിമാറുന്നതാണ്. അതിൻ്റെ ദുരിത ചിത്രങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലവിലെ കാലാവസ്ഥ എങ്ങനെയാണ് എന്ന് നമുക്ക് വേഗത്തിൽ നോക്കാം. ഇപ്പോഴത്തെ മേഘവിന്യാസം എന്നത് ഈ നിലയിലാണ്. കനത്ത, അതായത് കേരളത്തിൻ്റെ തീരമടക്കം ഇപ്പോൾ നിലവിൽ അതിശക്തമായ മഴയും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടായിട്ടിരിക്കുന്ന റാന്നി അടക്കമുള്ള മേഖലകളിൽ ഏകദേശം 12.7 മില്ലിമീറ്റർ മഴ പെയ്യുന്ന വിധത്തിലാണ് മേഘങ്ങളുള്ളത്. ഇത് കേരളത്തിൻ്റെ വടക്കൻ മേഖലയിലേക്ക് അതേ നിലയിൽ വ്യാപിക്കുന്നു. കോഴിക്കോട് മേഖലയിലേക്ക് എത്തിയാൽ അത് 18.9 മില്ലിമീറ്റർ എന്ന നിലയിൽ മഴ കണക്കാക്കണം. അങ്ങനെ വടക്കോട്ട് പോയി അങ്ങ് ഗുജറാത്ത് വരെ, ഗുജറാത്തിൻ്റെ തീരപ്രദേശങ്ങളിലൊക്കെ അതിശക്തമായ മഴ പ്രവചിക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ അതിൽ മഴ പെയ്യാനുള്ള സാധ്യത ഒരുക്കുന്ന വിധത്തിലാണ് മേഘവിന്യാസമുള്ളത്. ഇതേപോലെ തന്നെയാണ് കനത്ത കാറ്റും ഇതിനോടൊപ്പം ഉണ്ട് എന്നതാണ്. കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ ഏകദേശം 12 കിലോമീറ്റർ വരെ മണിക്കൂറിൽ വേഗത്തിൽ അടിക്കുന്ന നിലയിലാണ് കാറ്റുള്ളതെങ്കിൽ കടൽ മേഖലയിൽ അതിശക്തമായ കാറ്റ് 40 കിലോമീറ്റർ വരെ, തീരപ്രദേശത്തൊക്കെ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ്. അപ്പോൾ അതിശക്തമായ മഴയ്ക്കുള്ള വിധത്തിലാണ് ഇപ്പോൾ കാലാവസ്ഥ നിൽക്കുന്നത്. പക്ഷേ നമുക്ക് ആശ്വാസവും പ്രതീക്ഷയും പകരുന്നത് എന്നത് അടുത്ത ദിവസങ്ങളിലെ മുന്നറിയിപ്പുകളാണ്. ഇന്നത്തെ മുന്നറിയിപ്പിൻ്റെ ചിത്രമാണിത്. കോട്ടയത്തിൻ്റെ ഒരു ഭാഗം, പത്തനംതിട്ട, ഇടുക്കി, ഈ മേഖലകളിൽ റെഡ് അലർട്ടുണ്ട്. വടക്കോട്ട് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടാണ്. അതിശക്തമായ, ഇപ്പോൾ കാസർഗോഡൊക്കെ ശക്തമായ മഴ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. അതായത് ഭേദപ്പെട്ട മഴ, എങ്കിലും ശക്തമായ മഴ തന്നെ അവിടെയും പ്രതീക്ഷിക്കണമെന്നാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. പക്ഷേ തിരുവനന്തപുരത്തൊക്കെ ഇന്നലെ രാത്രിയുമൊക്കെ അതിശക്തമായ മഴ ഉണ്ടായിരുന്നതായി നമ്മൾ കണ്ടതാണ്. നാളത്തേക്ക് വരുമ്പോഴേക്കും ഈ മുന്നറിയിപ്പുകളിൽ വ്യത്യാസമുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ടാണുള്ളത്. ഒപ്പം വടക്കോട്ട് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, ഒപ്പം തെക്കോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ അങ്ങനെ പ്രത്യേകിച്ച് അലർട്ടുകളില്ല. പിന്നീട് ഓഗസ്റ്റ് 3 ആകുമ്പോഴേക്കും, അതായത് 2 ദിവസം കഴിയുമ്പോഴേക്കും അങ്ങനെ അലർട്ട് ഉള്ള സാഹചര്യം നിലവിൽ ഇല്ല എന്നതാണ്. പക്ഷേ നമുക്കറിയാം, ഇതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഈ എൽ നിനോ പ്രതിഭാസം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന വിവരങ്ങൾ കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ വലിയൊരു മേഘപാളി, അത് കാർമേഘങ്ങളുടെ ഒരു കൂട്ടം ഇന്ത്യയുടെ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നു എന്ന വിവരങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിശക്തമായ മഴ കിട്ടുമെന്നൊക്കെ കരുതിയിരുന്നു. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. നമുക്കറിയാം, നോർത്ത് ഈസ്റ്റിൽ, ആസാമിലടക്കം വലിയ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. അതേസമയം കേരളം മഴയില്ലാത്തതിൻ്റെ വലിയ അളവിൽ മഴ കുറഞ്ഞതിൻ്റെ ഒരു ദുരിതഫലങ്ങളിലേക്ക് പോകുമോ എന്ന ആശങ്ക നിൽക്കുകയാണ്. പെട്ടെന്ന് കാലാവസ്ഥ മാറ്റങ്ങളുണ്ടാകുകയും അതിശക്തമായ മഴ ലഭിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ അത്ര ശക്തമായ മഴ കേരളത്തിൽ അങ്ങനെ പലയിടങ്ങളിൽ ലഭിക്കുന്നില്ല. പക്ഷേ വരും മണിക്കൂറുകളിൽ വളരെ ജാഗ്രതയോടെ ഇരിക്കണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന വിവരം.